നോവ സദു ഒരു വട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മനോലോ മാർക്കസ് നിങ്ങൾ കാണുന്ന പോലെയൊന്നുമല്ല. ഡ്രസ്സിങ് റൂമിലേക്കും പ്രാക്ടീസ് സെഷനിലേക്കും വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞതാണ്. അതായത് ഇവിടെ കാണുന്നത് ചിരിച്ച് കളിച്ച് നിൽക്കുന്നൊരു വ്യക്തിയല്ല മനോലോ മാർക്കസ്. അദ്ദേഹം ഭയങ്കര സീരിയസും ഭയങ്കര സ്ട്രിക്റ്റും ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് നോവ സദു പറഞ്ഞത്. ആ ഒരു കാര്യം നമ്മളിന്ന് ഓപ്പൺ ആയിട്ട് കണ്ടിരിക്കുകയാണ്. എന്തായാലും അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. 300 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മത്സര ശേഷം നമുക്കറിയാം ആ ഒരു മാച്ചിൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ വിചാരിച്ചു ഗോവ ഒരു 4-5 ഗോളിനൊക്കെ ഒരു മാച്ച് വിജയിക്കുന്നത്. കാരണം ആ ഒരു രീതിയിലായിരുന്നു FC ഗോവ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നത്. ബട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു. അവസാനം ജോർഡൻ മറെ വന്നു. അദ്ദേഹം ആ ഒരു 92-ാം മിനിറ്റിൽ ഒരു ഗോൾ വരുന്നു. അതോടെ FC ഗോവ ഒരു മാച്ച് പരാജയപ്പെടുകയാണ്. മാച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനോലോ മാർക്കസ് കട്ടക്കലിപ്പിലായിരുന്നു. FC ഗോവ പ്ലേയേഴ്സിനോട് അവരിങ്ങനെ നടന്നു വരികയായിരുന്നു ഗ്രൗണ്ടിൽ കൂടെ. അവരോട് വൈറ്റ് ഷർട്ട് എടുത്തിടാൻ പറയുന്നത്, ജംഷഡ്പൂർ FCയുടെ ഷർട്ട് എടുത്തിടാൻ പറയുകയാണ്. അതുപോലെ തന്നെ ക്യാമറ തട്ടി മാറ്റുന്നുണ്ട്. ക്യാമറ ആദ്യത്തെ ഫോക്കസ് ചെയ്തപ്പോൾ ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു മത്സര ശേഷം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു മനോലോ മാർക്കസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഡ്രസ്സിങ് റൂമിൽ ചെല്ലുമ്പോൾ ഇന്നെല്ലാം തീർത്ത് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം ഭയങ്കര ദേഷ്യമാണ്. സാധാരണ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ കാണാത്തതാണ്. അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനായ കോച്ചാണ്. നമുക്ക് സൈഡ് ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് ഇന്ന് അദ്ദേഹം അത് മീഡിയയുടെ അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ ആ ഒരു TV-യുടെ ഫ്രണ്ടിൽ തന്നെ ഓൺലൈനായിട്ട് തന്നെ കാണിച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്ത കളി റെക്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് അവർ തിരിച്ചു വരുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം മനോലോ ഒരു മികച്ച കോച്ചാണ്. അദ്ദേഹത്തിന് ഏത് പ്ലെയറിനെ മികച്ച രീതിയിൽ കളിപ്പിക്കാൻ പറ്റുന്നൊരു കോച്ചാണ്. ബട്ട് ഈ ഒരു സീസണിലെ FC ഗോവ എന്ന് പറയുന്നത് വളരെ മികച്ച ടീമാണ്. അവരുടെ ആ ഒരു ലെഫ്റ്റ് വിങ്ങർ ആണെങ്കിലും റിജിച്ച് എന്ന് പറയുന്ന ഒരു പ്ലെയർ, പിന്നെ സദിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷ് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഗോൾ നമ്മൾ കണ്ടതാണ്. ബുള്ളറ്റ് പോലെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സെല്ലാം ഭയങ്കര ക്വാളിറ്റി പ്ലേയേഴ്സാണ്. എന്തായാലും അവർ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫസ്റ്റ് ലെഗ് നോക്കുകയാണെങ്കിൽ എല്ലാം അപ്രതീക്ഷിത റിസൾട്ടാണ്. അതായത് ഉൾട്ട റിസൾട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം ഏത് ടീമാണോ നമ്മൾ വിചാരിക്കുന്നു വിചാരിച്ചാൽ ആ ഒരു ടീമെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ പരാജയപ്പെടുമെന്ന് വിചാരിച്ച ടീമെല്ലാം വിജയിച്ചിട്ടുണ്ട്. ഈ ഒരു റിസൾട്ട് ഒരു മാറ്റം ഉണ്ടായത് മുഹമ്മദ് അനസി നോർത്ത് ഈസ്റ്റ് മാച്ചിലാണ്. അതായത് ആ ഒരു മാച്ചിൽ നോർത്ത് ഈസ്റ്റ് തന്നെ വിജയിക്കുന്നതായിരുന്നു നമ്മുടെ മനസ്സിൽ. നോർത്ത് ഈസ്റ്റ് വിജയിച്ചു. ബാക്കിയെല്ലാം ഒരു ഉൾട്ട റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കണ്ടുപിടിച്ച് അടുത്ത വീഡിയോ കാണുന്നത്. ഗുഡ് ബൈ.